ദൈവത്തിൻ്റെ സാന്നിധ്യം അധികമായി നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. കർത്താവിൻ്റെ കൃപ അധികമായി നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. നമ്മളത് ഒട്ടും തന്നെ പാഴാക്കാതെ, ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ നമ്മൾ നേരെ കർത്താവിൻ്റെ വചനം വായിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ആരെങ്കിലും ഇന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്യുന്ന, ഈ മീറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന, ജോയിൻ ചെയ്യുന്ന, പ്രാർത്ഥനയോടെ ജോയിൻ ചെയ്യുന്ന, ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സന്ദേശങ്ങൾ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന, അനേകരെ വിളിച്ച് സമയമായി മീറ്റിങ്ങിന് ജോയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. വേഗം നമുക്ക് യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ നിങ്ങൾ എന്നോട് ചേർന്ന് വായിക്കണേ. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ കൂട്ടായ്മ, ലേഖനം എഴുതിയ യോഹന്നാന്റെ കൂട്ടായ്മ ആരോടുകൂടെയാണ് എന്ന് താൻ ഉറപ്പോടെ വിളിച്ചു പറയുകയാണ്. ഒന്നുകൂടെ, ഈ ലേഖനം എഴുതിയ യോഹന്നാന്റെ കൂട്ടായ്മ ആരോടുകൂടെയാണ് എന്ന്, താൻ ആരുടെ കൂട്ടാളിയാണെന്ന്, താൻ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന്, താൻ ആരുടെ സ്വന്തമാണെന്ന് ഉറപ്പോടെ വിളിച്ചു പറയുകയാണ്. വിളിച്ചു പറയുന്ന യോഹന്നാന് ഒരു ഉറപ്പ് ദൈവത്തിങ്കൽ നിന്ന് ലഭിച്ചത് എന്തെന്നാൽ, ആരെങ്കിലും സുവിശേഷം പറഞ്ഞ് ദൈവത്തെ അറിഞ്ഞു വന്നു എന്ന ഒരു ഉറപ്പല്ല, ജഡാവതാരത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട, മീൻസ് യോഹന്നാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവപുത്രനെ, ദൈവത്തെ തന്നിൽ തന്നെ വെളിവാക്കിയ യേശുക്രിസ്തുവിനെ താൻ ജഡത്തിൽ വെച്ച് തന്നെ കണ്ട്, മീൻസ് ശരീരത്തിൽ വെച്ച് തന്നെ കണ്ട്, അവന്റെ ഉയർപ്പിന് താൻ സാക്ഷിയാണെന്നും തന്റെ മരണ പുനരുത്ഥാനത്തിന് താൻ സാക്ഷിയാണെന്നും, തന്റെ ജഡാവതാരത്തെ കണ്ട, ആ ശരീരത്തിന്മേൽ തൊട്ട, അവന്റെ സ്വരം കേട്ട, അവനോടുകൂടെ വസിച്ച, അവനോടുകൂടെ ഭക്ഷിച്ച, അവനോടുകൂടെ പ്രാർത്ഥിച്ച, അവനോടുകൂടെ സഞ്ചരിച്ച ഒരു സാക്ഷി എന്ന നിലയിൽ യോഹന്നാൻ പറയുന്നു, എൻ്റെ കൂട്ട് ഈ ലോകത്തിലുള്ളവനോടല്ല, എൻ്റെ കൂട്ട് ഉയരത്തിലുള്ളവനോട് കൂടെയാണ്. ഇന്ന് യോഹന്നാൻ ഈ ലേഖനം എഴുതിയിരുന്നു എങ്കിൽ, നമ്മുടെയൊക്കെ ഈ ജീവിത കാലഘട്ടത്തിൽ യോഹന്നാൻ ഈ ലേഖനം എഴുതിയിരുന്നുവെങ്കിൽ, എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നിരിക്കണം. കാരണം ആ മനുഷ്യൻ എന്ത് വികാരം ഉൾക്കൊണ്ടാണ് ഇത് എഴുതുന്നതെന്ന് നമുക്ക് പോയി കണ്ട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ എഴുതിയ മനുഷ്യന്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ജഡാവതാരം ഒരു കൂട്ടായ്മയ്ക്ക് സാധ്യത കൊണ്ടുവന്നു എന്ന ഒരു വിശുദ്ധ ദൂത് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്നും കൂടെ, ഈ യേശുക്രിസ്തുവിന്റെ ജഡാവതരണം ഒരു കൂട്ടായ്മ നമുക്ക് സാധ്യമാക്കി എന്ന ഒരു ഭയങ്കര വിശുദ്ധമായ ഒരു സന്ദേശം ഇതിനകത്ത് കിടപ്പുണ്ട്. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കേവലം എന്നെ സൗഖ്യമാക്കുക മാത്രമല്ല, കേവലം എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, കേവലം എന്നെ മറ്റെന്തോ ആക്കുക മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എനിക്ക് സ്വർഗീയ പൗരത്വവും സ്വർഗീയ കൂട്ടായ്മയും കൂടെ സാധ്യമാക്കി. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടാൽ ഒരുപക്ഷെ സാത്താൻ ഭയപ്പെട്ടില്ല എന്ന് വരും. നിങ്ങളുടെ പാട്ട് കേട്ടാൽ സാത്താൻ ഒരുപക്ഷെ ഭയപ്പെട്ടില്ല എന്ന് വരും. നിങ്ങളൊന്ന് ഒച്ചത്തിൽ ആജ്ഞാപിച്ചാൽ
കൽപ്പിച്ചാൽ ഒരു പക്ഷേ സാത്താൻ പുറകിലോട്ട് നീങ്ങിയില്ല എന്ന് വരും. പക്ഷേ നിങ്ങളൊരു മന്ദസ്വരത്തിൽ യോഹന്നാൻ എഴുതിയ ഈ ലേഖനത്തിലെ ഈ വാക്യം ഒരു 5 പ്രാവശ്യം നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങൾ ഉരുവിട്ടാൽ നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം ചേഞ്ച് ആകുമെന്ന് ഞാൻ വ്യക്തമായി ഉറപ്പിച്ച് പറയുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തനിക്ക് ഒരു ബന്ധമുണ്ട്. ആ ബന്ധം സ്വർഗീയ ബന്ധമാണ്. ഞാൻ ഉറപ്പിച്ച് പറയുക, എനിക്കൊരു ബന്ധമുണ്ട്. അത് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ മനുഷ്യനുമായിട്ടല്ല, ഏറ്റവും വലിയ സമ്പന്നനുമായിട്ടല്ല, ഏറ്റവും വലിയ പൊളിറ്റീഷ്യനുമായിട്ടല്ല. എനിക്ക് ബന്ധമുള്ളത് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെയാണ്. കമോൺ, വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേർന്ന് പറഞ്ഞ്, എനിക്കൊരു ബന്ധമുണ്ട്. അത് യോഹന്നാൻ പറഞ്ഞതുപോലെ യോഹന്നാന്റെ ബന്ധുവായിരിക്കുന്ന, യോഹന്നാന്റെ സ്വന്തമായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനോടും കൂടെ തന്നെയാണ് എനിക്കും ബന്ധമുള്ളത്. മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. താങ്ക്സ് ഫോർ യുവർ കോപ്പറേഷൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക്സ് ഫോർ യുവർ കോപ്പറേഷൻ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സേബ്ര ഠൽഗോഷി ഖഠയാലാബ ലേഖമനഹം തുനസിയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനാകുന്ന യേശുവിനോടും യേശുക്രിസ്തുവിനോടും കൂടെ ആകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനാകുന്ന യേശുക്രിസ്തുവിനോടും കൂടെ ആകുന്നു. അടുത്ത വാക്യം കൂടെ ഞാനൊന്ന് വായിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരു പ്രവചനം പറഞ്ഞാൽ സന്തോഷം തീർച്ചയായിട്ടും വരും. എനിക്കൊക്കെ പ്രവചനം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരാറുണ്ട്. കാരണം ഒത്തിരി പ്രവചനങ്ങളാണ് എന്നെ ഇവിടെ വരെയൊക്കെ എത്തിച്ചത്. ഒരുപാട് പ്രവചനങ്ങളാണ്, ബലപ്പെടുത്തുന്ന ആശ്വാസ സന്ദേശങ്ങളാണ് എന്നെയൊക്കെ ഇവിടെ വരെ എത്തിച്ചത്. സോ എനിക്ക് പ്രവചനം കേൾക്കുമ്പോൾ സന്തോഷം വരാറുണ്ട്. പ്രവചനത്തിനൊക്കെ വേണ്ടി ഞാൻ കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരും ഒട്ട് പ്രവചിച്ചില്ല താനും, ചിലരുടെ അടുത്തൊക്കെ പ്രവചിച്ചില്ല താനും. പക്ഷെ എന്നോട് പ്രവചിച്ച ഏറ്റവും നല്ല പുസ്തകം എന്താണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ബൈബിളാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ വചനമാണ് എനിക്ക് ഏറ്റവും നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊഫസീസ് തന്നിട്ടുള്ളത്. ദൈവത്തോട് അടുക്കാൻ സ്വർഗീയ ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തോട് നാം നീതി പുലർത്തുകയും ആ ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ തുടക്കത്തിൽ പറയുന്ന ഒരു വാക്യം ഭയങ്കര പ്രസക്തമായൊരു വാക്യമാണ്. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ പറയുന്ന ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ജീവൻ വിതറിക്കൊണ്ടു പോകുന്ന ദൈവത്തിന്റെ വചനമാണ്. ജീവൻ വിതറിക്കൊണ്ടു പോകുന്ന ദൈവത്തിന്റെ വചനം. ഈ വചനത്തെ ഇത്രയും കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് യോഹന്നാൻ എഴുതാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഈ വചനത്തിൽ നിന്ന് താൻ മനസ്സിലാക്കിയ ഒരു ജീവൻ, ഈ ജീവനെ യോഹന്നാൻ പരിശോധിച്ചു നോക്കിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 100% പരിശോധിച്ചു നോക്കി. നിങ്ങളൊരു സൗഖ്യമായി എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ തൊട്ടു നോക്കാതെ നിങ്ങൾ സൗഖ്യമായി എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം നിങ്ങൾ പരിശോധിച്ചു നോക്കി. ഈ പറയുന്ന സൗഖ്യം എനിക്ക് വന്ന സൗഖ്യം സത്യമാണോ, എനിക്ക് സൗഖ്യമായോ? നിങ്ങൾ നോക്കിയത് കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ സൗഖ്യമായി എന്ന്. ഈ വചനത്തെ സംബന്ധിച്ച് യോഹന്നാൻ പരിശോധിച്ച് നോക്കി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിന്ന് ഒത്തിരി സമയം സംസാരിക്കത്തില്ല, വളരെ കുറച്ച് സമയം കൂടെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഈ ആശയം നിങ്ങളിലേക്ക് കിട്ടിയാൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം.
ഈ ജീവന്റെ വചനം സംബന്ധിച്ച് എന്റെ കൂട്ടാണ് പിതാവെന്നും എന്റെ കൂട്ടാണ് യേശുക്രിസ്തു എന്നും എനിക്ക് ആ കൂട്ട് മതിയെന്നും ഒക്കെ യോഹന്നാൻ പറഞ്ഞതിന്റെ പിന്നിൽ പുള്ളിക്ക് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു പ്രത്യേക ആത്മീയ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ആരെങ്കിലും ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആശീർവാദം പറയുന്ന സമയം നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ അനുഭവം? ഒന്നാമത്തെ വാക്യം, ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും. യോഹന്നാൻ കേട്ടു. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും. അപ്പൊ കേൾക്കത്തക്ക വണ്ണമാണ് ദൈവത്തിന്റെ വചനം സംസാരിച്ചത്. കേൾക്കത്തക്ക വണ്ണം, ആർക്കും അടച്ചു കളയാൻ കഴിയാത്തതുപോലെ യോഹന്നാൻ ദൈവത്തിന്റെ വചനം കേട്ടു. നമ്പർ 1. നമ്പർ 2, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനത്തെ സംബന്ധിച്ച്. ഇത്രയും വലിയൊരു ഭാഗ്യം പൗലോസിനുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്ര ആധികാരികമായി യോഹന്നാൻ എഴുതിയേക്കുന്ന പോലെ പൗലോസ് എവിടെ എഴുതിയിട്ടില്ല. താൻ കണ്ടു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. താൻ കണ്ടു, നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്നൊരു ശോഭ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വല്ലാത്തൊരു എക്സ്പീരിയൻസ് മോഡിൽ നിന്നുകൊണ്ട് എഴുതിയേക്കുന്ന ഒരു ലേഖകൻ അത് യോഹന്നാനാണ്. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. പൗലോസിനെ ദൈവം പ്രയോജനപ്പെടുത്തിയതിനേക്കാൾ അധികം നമ്മളെ ദൈവം പ്രയോജനപ്പെടുത്തും. യോഹന്നാനെ കേൾപ്പിച്ചതിനേക്കാളും അധികം ദൈവം നമ്മളെ കേൾപ്പിക്കും. കാരണം എൻ ടൈമിലാണ് ശരിക്കും നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ലോകം ഇന്ന് അവസാനിച്ചിട്ടില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നാളെ അവസാനിക്കാതിരിക്കാം. ആമേൻ. പക്ഷേ ഞാൻ അതുകൊണ്ട് ഇത്ര ഉറപ്പിച്ച് പറയുന്നത്, യോഹന്നാൻ കണ്ടതിനേക്കാളും അധികം നമുക്ക് കേൾക്കാൻ പറ്റും. പൗലോസും യോഹന്നാനും ഒക്കെ കണ്ടതിനേക്കാൾ അധികം നമുക്ക് കാണാൻ പറ്റും. ഈ ദൂത് ശിഷ്യന്മാരോട് യേശു പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണിത്. ഞാൻ ചെയ്തതിനേക്കാളും അധികം ചെയ്യും, ഞാൻ പറഞ്ഞതിനേക്കാളും അധികം പറയും, ഞാൻ സഞ്ചരിച്ചതിനേക്കാളും അധികം സഞ്ചരിക്കും, ഞാൻ പ്രാപിച്ചതിനേക്കാളും അധികം പ്രാപിക്കും. കാരണം ഒരു 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 വർധനവിന് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വർധനവിന് വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വർധനവിന് വേണ്ടി, ഒരു മൾട്ടിപ്ലിക്കേഷന് വേണ്ടി, ഒരു ഇൻക്രീസിന് വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഒരു വ്യക്തിയെ അത്തരത്തിൽ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ കണ്ണ് ഇവിടെ എഴുതിയേക്കുന്നത് പോലെ കാണും. ദൈവം അങ്ങനെ ഒരു വർധനവിന്റെ തലത്തിലേക്ക് ഒരു വ്യക്തിയെ ഉയർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ ഇതുവരെ തൊടാത്ത ചിലത് തൊടും, വാങ്ങിയിട്ടില്ലാത്ത ചിലത് വാങ്ങും. ദൈവം അങ്ങനെ ഒരു വർധനവിലേക്ക് ഒരു വ്യക്തിയെ കയറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലാത്തതുപോലെ സഞ്ചരിക്കും. അങ്ങനെ ഒരു വർധനവിലേക്ക് ദൈവം ഒരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് വസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, എന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ, എന്റെ നാമത്തിൽ ഞാൻ ചെയ്തതിനേക്കാളും അധികം ചെയ്യും. ഞാൻ ചെയ്തതിനേക്കാളും അധികം ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യേശു കർത്താവിന്റെ നാമമഹത്വത്തിനായി കർത്താവിന്റെ തലവരെയും വളരും, കർത്താവിന്റെ തലയോളവും വളരും. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ വളരാൻ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആദ്യം മുതലുള്ളതും. പക്ഷെ ആദ്യം മുതലുള്ളത് എത്ര പേർ കണ്ടു? ആദ്യം മുതലുള്ളത് യോഹന്നാൻ കണ്ടു. ആദ്യം മുതലുള്ളത് എന്നാൽ യോഹന്നാന്റെ പിൻതലമുറക്കാരാകട്ടെ, യോഹന്നാന് ശേഷമുള്ളവരാകട്ടെ, എത്ര പേർ കണ്ടു? അപ്പൊ ഇതൊരു പ്രത്യേക ഒരു റിലമാണ്. ആദ്യം മുതലുള്ളതിനെ കാണത്തക്ക വണ്ണം സാധിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക റിലമാണ്. അതൊരു പ്രത്യേക ഒരു സ്ഫിയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു മണ്ഡലം, ഒരു ആത്മമണ്ഡലം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ
കേട്ടതും ഇത് യേശുക്രിസ്തുവിനെ തനിക്ക് ശരീര സംബന്ധമായി പരിചയമുള്ളതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്റെ വീണ്ടും അവിടെയും ഒരു ചോദ്യം കിടപ്പുണ്ട്. യേശുക്രിസ്തുവിനെ ശരീര സംബന്ധമായി യോഹന്നാൻ അറിയുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വസിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച എത്ര പേർക്ക് അങ്ങനെ യോഹന്നാനെ പോലെ ആകാൻ പറ്റി? എത്ര പേർക്ക് ആകാൻ പറ്റി? പറ്റിയില്ല. അപ്പൊ ഇതൊരു അസാധാരണമായ ഒരു വിളിയാണ്. അതിനേക്കാൾ വലിയൊരു വാക്കുണ്ട്. ഇതൊരു അസാധാരണമായ റെവലേഷൻ ആണ്. ഈ യേശുവിനെ അറിയുക എന്നും അറിഞ്ഞ യേശുവിനെ അംഗീകരിക്കുക എന്നും അംഗീകരിച്ച യേശുവിനോടുകൂടെ ജീവിക്കുക എന്നും ജീവിക്കുന്ന യേശുവിനോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്നതും അസാധാരണമാകുന്ന ഒരു റെവലേഷനും കൂടാതെ ഒരു അനോയിന്റിങ്ങും കൂടെയാണ്. യേശുക്രിസ്തുവിനോട് കൂടെ ഇരുന്ന യൂദ, ഇസ്കരിയോത്ത യൂദ, അദ്ദേഹം യേശുക്രിസ്തുവിനോട് കൂടെ ശരീര സംബന്ധമായി ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതോട് പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാ. യേശുക്രിസ്തുവിനോട് കൂടെ ശരീര സംബന്ധമായി ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നു. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഇസ്കരിയോത്ത യൂദയിൽ ജീവൻ ഉണ്ടായിരുന്നോ ഇല്ലയോ? ജീവനില്ല. ഇസ്കരിയോത്ത യൂദയിൽ ജീവനില്ല. യേശു അപ്പക്കണ്ടം മുക്കി എന്നതും യൂദായുടെ വായിൽ വെച്ചു കൊടുത്തു എന്നതും എല്ലാം സത്യം തന്നെ. പുള്ളി വാങ്ങി ഭക്ഷിച്ചതും ഒക്കെ സത്യം തന്നെ. അത് ജീവൻ ഉള്ളതുകൊണ്ടല്ലേ പാസ്റ്റർ എന്ന് ചോദിക്കാം. എന്റെ ജീവൻ അവിടെ അല്ല സംസാരിക്കുന്നത്. എന്റെ ജീവൻ അദ്ദേഹത്തിന്റെ ഉള്ളത്തിലുള്ള ജീവനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യേശുവിന്റെ കൂടെ 12 ശിഷ്യന്മാർ, 12-ൽ ഒരുവനാകുന്ന ഇസ്കരിയോത്ത യൂദ ശരീര സംബന്ധമായി യേശുവിന്റെ കൂടെ ഉണ്ട്. ഇന്ന് നമ്മിലും പലരും ശരീര സംബന്ധമായി യേശുവിന്റെ കൂടെ ഉണ്ട്. വാക്കിലുണ്ട്. സ്തോത്രം, 10 സ്തോത്രം 10,000 സ്തോത്രം ഒരുമിച്ച് പറയാൻ പറ്റും. പാട്ടിലുണ്ട്, കയ്യടിയിലുണ്ട്, ആരാധനയിലുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. പക്ഷേ ജീവൻ സംബന്ധിച്ച് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയതുപോലെ സാക്ഷ്യപ്പെടുത്തത്തക്ക തരത്തിലുള്ള ഒരാത്മീയ ജീവനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇനി മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് തട്ടിക്കഴിച്ചു നോക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച ദൈവമക്കളെ, ഇസ്കരിയോത്ത യൂദ യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ട്. യേശുക്രിസ്തു ഇസ്കരിയോത്ത യൂദായുടെ കൂടെയും ഉണ്ട്. യൂദാസ് അദ്ദേഹത്തിന്റെ കൂടെയും ഉണ്ട്. എന്നാൽ ജീവൻ സംബന്ധിച്ച് യേശുവിന്റെ കൂടെ ഉണ്ടോ? വിശ്വാസം സംബന്ധിച്ച് യേശുവിന്റെ കൂടെ ഉണ്ടോ? പ്രവൃത്തി സംബന്ധിച്ച് യേശുവിന്റെ കൂടെ ഉണ്ടോ? മനസ്സ് സംബന്ധിച്ച് യേശുവിനോട് കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കേവലം പുള്ളിയുടെ ശരീര സംബന്ധമായി മാത്രമേ ഇപ്പോൾ യേശുവിന്റെ കൂടെ ഉള്ളൂ. ഇന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിഞ്ഞു വരണം. കാരണം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:1 ഇങ്ങനെയാ പറയുന്നത്, തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. നിങ്ങളെ വിളിച്ചത് നിങ്ങൾ വന്നില്ലെങ്കിൽ മറ്റേവനെ വിളിക്കാന്നുള്ള രീതിയിലുള്ള വിളിയല്ല, നിങ്ങളെയാ വിളിച്ചേക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെയാ ദൈവം വിളിച്ചേക്കുന്നത്, താങ്കളെയാ വിളിച്ചേക്കുന്നത്. വിളിച്ചവന്റെ ഉദ്ദേശം എന്താ? കൂടെ നിർത്തുക എന്നുള്ളതാ, കൂടെ നിർത്തി വളർത്തുക എന്നുള്ളതാ. കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ ഇതിനുവേണ്ടി തന്നെ തെരഞ്ഞെടുത്തു. അതിൽ ഒരുവനെ ഒറ്റാൻ വേണ്ടി തെരഞ്ഞെടുത്തതല്ല, എടുത്തതിൽ ഒരുവൻ ഒറ്റി എന്നേ ഉള്ളൂ. എങ്ങനെ യേശുക്രിസ്തുവിനെ പോലെ ഒരു ഫുള്ളി അനോയിന്റഡ് ആയ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ഫുള്ളി അനോയിന്റഡ് ആയിരുന്ന ഒരഭിഷിക്തന്റെ കൂടെ രാവും പകലും സഞ്ചരിച്ച് ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് മിനിസ്ട്രി ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞ 12 പേരിൽ ഈ ഒരുവന്റെ ഉള്ളിൽ സാത്താൻ കടന്നു. എങ്ങനെ കടന്നു?
നിങ്ങൾ ചോദിച്ചില്ലേ, എന്നിൽ എങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഡെവലപ്പായി എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എങ്ങനെ എൻ്റെ വായിൽ പെട്ടെന്ന് അങ്ങനെ ഒരു വാചകം കയറി വന്നു എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എന്നാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ വീഴ്ച സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. 24 മണിക്കൂർ അന്ന് ശിഷ്യന്മാർക്കും ഇന്ന് നമുക്കും ദൈവം ഭാഗിച്ച് ഒരുപോലെ തന്നിരിക്കുക. 24 മണിക്കൂർ തന്നെയാണ് ദൈവപുത്രന് ഭൂമിയിൽ പിതാവും കൊടുത്തിരുന്ന സമയം. 24 മണിക്കൂറിനകത്ത് ഒരു സെക്കൻഡ് പോലും യേശുക്രിസ്തുവിന്റെ ലൈഫിൽ സാത്താനെ കടക്കാൻ യേശുക്രിസ്തു അനുവദിച്ചില്ല. പിതാവ് അനുവദിച്ചില്ല എന്നല്ല, യേശുക്രിസ്തു അനുവദിച്ചില്ല. യേശുക്രിസ്തു ഡിഫെൻഡ് നമ്മുടെ ആ മരുഭൂമിയുടെ സംഭവമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, യേശുക്രിസ്തു ഡിഫെൻഡ് ചെയ്യേണ്ടതിനെ ഡിഫെൻഡ് ചെയ്ത് തോൽപ്പിക്കേണ്ടതിനെ തോൽപ്പിച്ച് കഴിഞ്ഞിട്ട് ദൂതൻ ഇറങ്ങി വന്നുള്ളൂ, യേശുവിനെ ബലപ്പെടുത്തിയുള്ളൂ. നമ്മളിവിടെ സകല കാര്യവും ദൈവത്തിന്റെ തലമേൽ കുന്നിച്ചിട്ട് നമ്മളിവിടെ മര്യാദയ്ക്ക് കണ്ണും പൂട്ടിയിരിക്കുക. നമ്മൾ സകല കാര്യവും കർത്താവിന്റെ തലയിൽ കൊട്ടിയിട്ടിട്ട് നമ്മളിവിടെ ഇങ്ങനെ കയ്യും കെട്ടിയിരിക്കുക. ദൈവം പ്രവർത്തിക്കുക. നോ, God will never do anything for you. കാരണം സ്പിരിച്വൽ ലൈഫിൽ എനിക്കുള്ള റെസ്പോൺസിബിലിറ്റിക്കകത്ത് ഞാൻ ഉറങ്ങുന്ന കാലം വരെയും കർത്താവ് മൗനമായിട്ടിരിക്കും. നമ്മുടെ ജീവനിലേക്ക് കയറാൻ പോവാ. 12 ശിഷ്യന്മാരെയും യേശുക്രിസ്തു ഒരുപോലെ ട്രീറ്റ് ചെയ്തു. 12 ശിഷ്യന്മാരെയും യേശുക്രിസ്തു ഒരുപോലെ ടീച്ച് ചെയ്തു. 12 ശിഷ്യന്മാരെയും യേശു ഒരുപോലെ ഫീഡ് ചെയ്തു. 12 ശിഷ്യന്മാരെയും ഒരേ കണ്ണിൽ യേശു കണ്ടു. 12 ശിഷ്യന്മാരെയും ഒരുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 12 ശിഷ്യന്മാരെയും ഒരുപോലെ പഠിപ്പിച്ചു. 12 ശിഷ്യന്മാരെയും വലിപ്പച്ചെറുപ്പം കൂട്ടാതെ ഒരുപോലെ അവരെ ശുശ്രൂഷകൾ ഏൽപ്പിച്ചു. എങ്ങനെ ഇതിനിടയിൽ ഒരുത്തന്റെ ഉള്ളിൽ മാമോനോടുള്ള സ്നേഹം കയറി? എങ്ങനെ അധികം ധനത്തോടുള്ള ഒരു സ്നേഹം കയറി? യേശുവെ മിനിസ്റ്റർ ചെയ്തിട്ട് കാശ് കൊടുത്തില്ലേ? കർത്താവേ, അങ്ങ് മിനിസ്റ്റർ ചെയ്തിട്ട് അങ്ങ് പ്രസംഗിക്കാൻ വിട്ടിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുപ്പിച്ചിട്ട് പുള്ളിക്ക് വണ്ടിക്കാശ് പോലും കൊടുത്തില്ലേ? അതാണോ വേറെ എവിടെന്നെങ്കിലും ഒരു സൈഡ് ബിസിനസ് അദ്ദേഹം നോക്കിയത്? എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ അങ്ങനെ ഈ പണിക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും യൂദായിക്ക് കുറവുണ്ടായിരുന്നു? വസ്ത്രത്തിന് കുറവുണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല, ചെരുപ്പിന് കുറവുണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല, പുള്ളിക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലെന്ന് ബൈബിൾ പറയുന്നു, ഒന്നും പറയുന്നില്ല. ഒരു ശിഷ്യന്മാർക്കും കുറവില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മൈ ഗോഡ്. ആത്മാവിലൊരു ദൂത് പറയാ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരാരെങ്കിലും ഇന്നുണ്ടെങ്കിൽ, ദൈവദാസിമാരുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ആത്മാവിൽ ഞാൻ ഒരു സന്ദേശം നിങ്ങളിലേക്ക് ഇടുക. കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനകത്ത് അതിന്റെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ടൈം നമ്മൾ പറയും, ഒന്നിനും കുറവില്ലാതെ ദൈവം നമ്മുടെ കാര്യം നടത്തി, ഒന്നിനും കുറവില്ലാതെ നടത്തി. കാരണം ശിഷ്യന്മാരോട് യേശു അങ്ങോട്ട് ചോദിച്ചു, യേശു ആരാഞ്ഞു. അതിനകത്തൊരു ദൂത് പറയാനുണ്ട്. കർത്താവ് ഒരു വചനം പറഞ്ഞിട്ട് നീ ആയുഷ്കാലം മുഴുവൻ ഈ വചനവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും, ഈ വചനം ജീവിതത്തിൽ ക്രിയ ചെയ്തോ? ചോദിക്കുന്ന ദൈവ ചോദിക്കും. എടാ, ഇന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്തോ എന്ന് ചോദിക്കും. ചെയ്തു എന്ന് പറയാൻ പറ്റും. കാരണം ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ വഴിക്ക് പോയപ്പോൾ പൊക്കണമെടുത്തില്ല, മാറി ഉടുക്കാൻ വസ്ത്രമെടുത്തില്ല, ഇടുവാൻ നിങ്ങൾ ചെരുപ്പ് കയ്യിലെടുത്തില്ല, കഴിക്കുവാൻ ഭക്ഷണം എടുത്തില്ല, എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നോ? വന്നപ്പോ ശിഷ്യന്മാരോട് ചോദിച്ചു. അവർ പറയാം, ഒന്നിനും കുറവില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അധികവും കൊണ്ടാ ഇങ്ങോട്ട് വന്നേന്ന്. ഞാൻ സൂപ്പർ നാച്ചുറൽസിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ പ്രകൃത്യാതീതമായ പ്രവൃത്തിയിലും ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു. ഹോളി ഗോസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. മക്കളെയൊക്കെ ആ നിലയിൽ വളർത്തുന്നത് നല്ലതാണ്. നമ്മളും ആ നിലയിൽ വളരുന്നത് നല്ലതാണ്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ദൈവം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ തലയെ കൊണ്ട് കൊട്ടിയേച്ച് നമ്മൾ മൗനമായിട്ടിരിക്കുകയാണ്. പക്ഷേ
ഈ 12 പേരെയും ഒരുപോലെ വളർത്തവേ. അതിലൊരു മനുഷ്യൻ അവിടെ എഴുതി വെച്ചേക്കുന്നത്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംഭവിച്ച്. അതിലൊരു വ്യക്തി എഴുതി വെച്ചേക്കോ ഇത്രയും വലിപ്പത്തിന്. പക്ഷേ ഈ കൂടെ ഉണ്ടായിരുന്ന യൂദായിൽ എങ്ങനെ ഡീമൺ കയറി? അപ്പൊ ദേണ്ടടാ, ഇവിടെ അത്താഴ സമയത്ത് അവിടെ ബ്രെഡ് ഉണ്ട്, അവിടെ വൈനുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കഴിക്കുന്ന സമയത്തും അയാളുടെ വയറും അയാളും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും പുള്ളിയുടെ മനസ്സ് അവിടെ ഇല്ല. പുള്ളിക്ക് എസ്കേപ്പ് ആയാൽ മതി, ആ പുള്ളിക്ക് എത്രയും പെട്ടെന്ന് മുങ്ങിയാൽ മതി. കാര്യം എന്നാ? യേശുക്രിസ്തു ഇന്നടുത്തുണ്ടെന്ന് ഒറ്റിക്കഴിഞ്ഞാൽ അടുത്തത് കയ്യിൽ വരുന്നത് വെള്ളിക്കാശ്, 30 വെള്ളിക്കാശ്. പിശാച് നിന്നെ വലിച്ചെടുത്തോണ്ട് പോകുന്നത് വെറും 30 വെള്ളിക്കാശിനാ. വർഷം ഇത്രയും യേശുവിന്റെ കൂടെ നിന്നിട്ട് ആ നിന്ന കാലയളവിന്റെ കൂലി വെറും 30 വെള്ളിക്കാശ. ഇത്രയും യേശു ടീച്ച് ചെയ്ത് പ്യുവർ സ്റ്റഫ് ചെയ്ത് കൊടുത്ത സാധനത്തിന്റെ ആകെ മൂല്യം യൂദ ഇട്ടത് 30 വെള്ളിക്കാശ. ഇത്രയും നല്ല ടീച്ചിങ്സ്, പ്യുവർ ആയിട്ടുള്ള ദൈവത്തിന്റെ വചനം കേട്ടതിന്റെ ആകെ മൂല്യമിട്ടത് 30 വെള്ളിക്കാശ. യേശുവിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ആകെ മൊത്തം മൂല്യമിട്ടത് 30 വെള്ളിക്കാശ. സ്വർഗീയ മർമ്മങ്ങളെ കുറിച്ച് കർത്താവ് പറഞ്ഞത് ഉപമകളിലൂടെ പല കാര്യങ്ങൾ ഈ സാധാരണക്കാരെ പഠിപ്പിച്ചതിന്റെയും ഒക്കെ ആകെ മൊത്തം മൂല്യം ഇട്ടത് 30 വെള്ളിക്കാശ. യൂദായുടെ ജീവന് യൂദായിട്ട വില 30 വെള്ളിക്കാശ. ഹല്ലേലൂയ. പണം കൊണ്ട് ആത്മീയതയെ തൂക്കരുത്. പണം കൊണ്ട് ദൈവത്തിന്റെ അഭിഷേകത്തെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കരുത്. പണം കൊണ്ട് ആത്മീയ ജീവിതത്തെ വില ഇരുത്തരുത്. പണം കൊണ്ട് കർത്താവിന്റെ ബന്ധത്തെ തൂക്കി നോക്കരുത്. അതും ഇതും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടില്ല. ഹല്ലേലൂയ. യൂദായെ വലിച്ചോണ്ട് പോകാൻ സാത്താൻ ഒരു പണസഞ്ചി, കൊച്ചു പണസഞ്ചി കാണിക്കേണ്ട കാര്യം, കിലിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. കാണിക്കുക പോലും വേണ്ട, കിലിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് കിലിക്കിയപ്പോ പുള്ളി എനിക്കിത് തന്നെ മതി. നീ എവിടെ വീഴൂ എന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. നീ കിലിക്കിയാൽ വീഴുവോ, നീ തുറന്ന് കാണിച്ചാ വീഴുവോ, നിന്നെ ടോസ് ചെയ്ത് കാണിച്ചാ വീഴുവോ. ഞാൻ അവിടെ കൊണ്ടങ്ങ് നിർത്തുക. അസാധാരണമായി ദൈവത്തിന് വേണ്ടി കത്തിക്കൊണ്ടിരുന്ന പലരും കരിന്തിരി പോലെ അണഞ്ഞു പോയത് എന്തോ കാണിച്ചാ വീഴു എന്ന് സാത്താന് നന്നായിട്ട് അറിയാന്നുള്ളതുകൊണ്ടാ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഇന്നാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇതിനും മുൻപേ അത് സാത്താന്റെ കൈവശം കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഇതിനു മുൻപേ അത് സാത്താന്റെ കൈ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹോളി സ്പിരിറ്റ് പറഞ്ഞ എന്നെ സാത്താന് വീഴ്ത്താൻ പറ്റത്തില്ലെന്ന്, എന്നെ സാത്താന് വീഴ്ത്താൻ പറ്റത്തില്ലെന്നൊന്ന് വായോർന്ന് പറഞ്ഞേ. നിന്നെ സാത്താന് വീഴ്ത്താൻ പറ്റരുതെങ്കിൽ എന്തായിരിക്കണം കർത്താവിന്റെ ആഗ്രഹം? ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മളെ സാത്താന് വീഴ്ത്താൻ കഴിയരുത് എങ്കിൽ ബൈബിൾ പറയുന്നു, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ 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 ആമേൻ. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ ആകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെ ആകുന്നു. ആമേൻ, സ്തോത്രം. യേശു ക്രിസ്തുവിനോട് കൂടെ കൂട്ടായ്മയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ജീവൻ എപ്പോഴും വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കും. സ്വർഗീയ ജീവൻ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അറിയുക അതൊരു വിസ്ഡമാണ്. അറിയുക എന്ന് പറയുന്ന വിസ്ഡമാണ്. യേശു ക്രിസ്തു എത്രയോ സ്ഥലങ്ങളിൽ യേശു പ്രസംഗിച്ചു.
ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വചനം തന്നെയാണ് കർത്താവ് വന്ന നാൾ മുതൽ പോകുന്ന നാൾ വരെയും പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. കർത്താവ് തന്നെയും പിന്നെ അതേ കാര്യങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് തന്നെ പല മർമ്മങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. എത്ര പേർ ഗ്രഹിച്ചു? എന്നാൽ കേട്ടുകൊണ്ടിരുന്ന ചിലരിൽ കർത്താവ് ഓപ്പൺ ചെയ്തു കൊടുത്തു വിസ്ഡം. സ്വർഗീയ ജ്ഞാനം ഒരു വ്യക്തിയിൽ തുറന്നു കിട്ടിയെങ്കിൽ മാത്രമേ നിത്യജീവന്റെ പ്രവർത്തികൾ അവന്റെ ലൈഫിൽ വെളിപ്പെട്ട് വരത്തുള്ളൂ. നമ്മൾ വേർഡ് കേൾക്കുന്നത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയരുത്. കാരണം കേൾക്കുന്ന വേർഡിന് പ്രവർത്തിക്കാൻ ഒരു വകുപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കേൾക്കുന്ന വേർഡിന് പ്രവർത്തിക്കാൻ ഒരു വകുപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. യോഹന്നാൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. യോഹന്നാന്റെ തന്നെ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിക്കേ. യോഹന്നാൻ പറയുന്ന ആ ഒരു നിർബന്ധം ഒന്ന് നോക്കിക്കേ. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതേ അല്ല. ഞങ്ങൾക്ക് പറ്റത്തില്ല വാടച്ചിരിക്കാൻ. ദൈവത്തിന് ഇങ്ങനെയുള്ള ആത്മീയരെയാണ് ആവശ്യം. നിങ്ങളുടെ വീടിനകത്ത് ദൈവത്തിന് ഇങ്ങനെയുള്ളൊരു വ്യക്തിയെയാണ് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്. സ്തോത്രം ചെയ്തേ. നമ്മുടെ വീടുകൾക്കകത്ത്, നമ്മുടെ പട്ടണത്തിനകത്ത്, നമ്മുടെ ദേശത്തിൻ്റെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ മനോഭാവമുള്ള വ്യക്തികളെയാണ്. കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ടതും ഞാൻ കേട്ടതും ഞാൻ പ്രാപിച്ചിരിക്കുന്നതും വ്യാപാരം ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. ഇനി ഞാൻ കേട്ടതും കണ്ടതും വ്യാപാരം ചെയ്യാനും കൂടെ കർത്താവ് ഇറങ്ങി വന്ന് എനിക്ക് ചെയ്തു തന്നാൽ കൊള്ളാമെന്ന് പറയുന്നവരാണ് ഏറെയും. ദൈവം എൻ്റെ മേൽ പകർന്നു. ദൈവം എൻ്റെ മേൽ ഒരു മിനിസ്ട്രി പകർന്നു. കർത്താവെ, എൻ്റെ മിനിസ്ട്രിയെ എടുത്ത് നീ ഉപയോഗിക്കണമേ എന്ന് പറയുമോ? അതോ ദൈവമേ, നീ എൻ്റെ മേൽ പകർന്നതിനെ ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറയുമോ? നമ്മളെല്ലാം കർത്താവിന്റെ തലയ്ക്ക് കുടഞ്ഞിടാൻ വിദ്വാൻമാരാണ്, അഗ്രഗണ്യന്മാരാണ്. പക്ഷെ യോഹന്നാൻ പറഞ്ഞത് വളരെ വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ സാധ്യമല്ല. അപ്പോസ്തല പ്രവൃത്തികളിലും ഇത് തന്നെ സംഭവിച്ചു. അവരുടെ വായി പൊത്താൻ ശ്രമിക്കുന്നതിനും അപ്പുറമായി അവർ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചുകൊണ്ടേയിരുന്നു. അവർ പോയെടുത്തെല്ലാം ഡെലിവറൻസ് നടന്നുകൊണ്ടേയിരുന്നു. അവർ സംസാരിച്ചതെല്ലാം വചനം ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. എവിടെ ദൈവം ആക്കിയിരിക്കുന്നോ അവിടെ ദൈവം പകർന്നതിനെ വ്യാപാരം ചെയ്യാൻ തയ്യാറായവനെ കർത്താവ് എഴുന്നേൽപ്പിക്കും. എവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്നോ അവിടെ അത് വെളിപ്പെടുത്താൻ തീരുമാനിക്കുന്നവനെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. അപ്പോസ്തലന്മാരുടെ ജീവിതം പഠിക്കുന്ന സമയത്ത് അവരാരെയും ദൈവം കംഫർട്ട് സോണിൽ കൊണ്ട് നിർത്തിയിട്ടേയില്ല. ഒരു ദിവസം പോലും നിർത്തിയിട്ടില്ല, ഒരിക്കലും നിർത്തിയിട്ടില്ല. കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന കാലഘട്ടത്തിൽ ശിഷ്യന്മാരെ കർത്താവ് മിനിസ്ട്രിക്ക് വേണ്ടി അയച്ചതും കംഫർട്ട് സോണിലല്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് ഇതും കൂടെ കേട്ട് പറഞ്ഞിട്ട് നിർത്താൻ പോവാ. ഞാൻ കുറച്ചുകൂടെ നേരത്തെ നിർത്തണമെന്ന് വിചാരിച്ചതാ, പക്ഷെ കർത്താവ് തരുന്നു. ഇതോടെ പറഞ്ഞ് നിർത്തുക. അപ്പോസ്തലന്മാരെ ദൈവം വേലയ്ക്ക് അയച്ചതും ശിഷ്യന്മാരെ യേശു വേലയ്ക്ക് അയച്ചതും കംഫർട്ട് സോണിലേ അല്ല. കാരണം പോയപ്പോൾ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങളെ എല്ലാവരും സ്വീകരിക്കൂ എന്ന് വിചാരിക്കരുത്. എല്ലാവരും വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, വരൂ പാസ്റ്ററെ, ഇരിക്കു പാസ്റ്ററെ, ചായ ഒഴിച്ചോ, ചോറ് കഴിക്കുന്നോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തരുമെന്ന് പറയരുത്. ചിലർ നിങ്ങളെ അംഗീകരിക്കും, വളരെ ചിലർ നിങ്ങളെ അംഗീകരിക്കത്തില്ല. പക്ഷെ ഏത് വീട്ടിൽ ചെന്ന് കയറിയാലും നിങ്ങൾക്ക് സമാധാനമെന്ന് പറവിൻ. ഇനിയിപ്പോൾ അവർ സ്വീകരിച്ചില്ലെങ്കിൽ ആ കാലിലെ പൊടിയും കൂടെ അവിടെ തട്ടിയിട്ടേച്ചു പോ, ആ സമാധാനം നിന്റെ കൂടെ വരും. നിന്നെ അംഗീകരിക്കുന്ന ഒരുവൻ, ഒരു സമാധാന പുരുഷൻ ആ വീട്ടിലുണ്ടെങ്കിൽ ആ സമാധാനം അവിടെ വസിക്കും. കംഫർട്ട് സോണിലല്ല ദൈവം മിനിസ്ട്രി ഷാർപ്പൺ ചെയ്തെടുക്കുന്നത്. കംഫർട്ട് സോണിലല്ല ദൈവം നിന്റെ അഭിഷേകത്തെ ജ്വലിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ നീ എന്നെ യൂസ് ചെയ്യണം. നോ, ദൈവം യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ചൂടേറിയ അനുഭവങ്ങളിലൂടെ ആയിരിക്കും. അപ്പോസ്തലന്മാരെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, അവരെ ഏതിനകത്തിട്ടാണ് ദൈവം മൂപ്പിച്ച് പഴിപ്പിച്ച് മൂർപ്പിച്ച് പുറത്തെടുത്തതെന്ന് ഞാൻ പറയണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്നും അറിയത്തില്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ മാത്രം ഒന്ന് വായിച്ചാൽ മതി, കാര്യം പിടികിട്ടും.
അപ്പോസ്തലന്മാരെ ദൈവം പിടിച്ചതും എഴുന്നേൽപ്പിച്ചതും ഒക്കെ വ്യത്യസ്തമായ നിലയിലാണ്. അവരെ ദൈവം യൂസ് ചെയ്തതും അത്രയും ഹയർ ലെവലിലായിരുന്നു കർത്താവ് യൂസ് ചെയ്തത്. അവരനുഭവിച്ചതും അത്രയും കഠിനമാകുന്ന പരിശോധനകളായിരുന്നു. അതിനകത്ത് പിടിച്ചു നിന്നതുകൊണ്ട് ദൈവം അവരെ ഉപയോഗിച്ചതും അത്രയും വലിയ അളവിലായിരുന്നു. അവരുടെ പ്രതിഫലവും അതുപോലെ തന്നെ വലുതായിരിക്കും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ശിഷ്യന്മാരെ യേശുക്രിസ്തു അയച്ചപ്പോഴും ഭൂതങ്ങളെ പുറത്ത് ഡീമൺസുമായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. യേശു കൂടെ പോലും പോയിട്ടില്ല. ഓർക്കണം നിങ്ങൾ, യേശു ഫിസിക്കലി അവരുടെ കൂടെ പോലും ഇല്ല, പക്ഷെ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മടങ്ങി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. വചനത്തിൽ യേശു പറഞ്ഞു, ഞാൻ കണ്ടു സാത്താൻ മിന്നൽ പോലെ വെട്ടേറ്റ് താഴെ വീഴുന്ന ഞാൻ കണ്ടു. കാരണം ശിഷ്യന്മാരിലൂടെ നടന്ന വലിയ കാര്യമാണ് യേശുവിന്റെ നാമത്തിൽ. അപ്പൊ യേശു അവരെ അയച്ചതുപോലും ഡീമൺസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇന്ന് നിങ്ങളെയും ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം എന്താ? അഭിഷേകം പ്രാപിച്ചു, ഇനി എനിക്ക് സമാധാനമുള്ള ജീവിതമാണ്. സമാധാനമുള്ള ജീവിതം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദിവസവും ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് സമാധാനമുള്ള ജീവിതം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സാത്താനുമായി നിങ്ങൾ പൊരുതുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം. ശിഷ്യന്മാരെ യേശു അനോയിന്റ് ചെയ്ത് അയച്ചപ്പോൾ അവർ ഡീമൺസുമായിട്ടുള്ള യുദ്ധമായിരുന്നു. പക്ഷേ യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ ഭൂതം കീഴടങ്ങി എന്ന് ബൈബിൾ പറയുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ മനുഷ്യനാണ് ഭൂതങ്ങളായി എഴുന്നേൽക്കുന്നത്. മനുഷ്യനെയാണ് സാത്താൻ യൂസ് ചെയ്യുന്നത്. അവരുടെ മേൽ നിന്നാണ് അപ്പോസ്തലന്മാർ ഭൂതങ്ങളെ പുറത്താക്കുന്നത് നമ്മൾ കാണുന്നത്. ലക്ഷണവിദ്യ പറയുന്ന സ്ത്രീ ഭൂതത്തെ പുറത്താക്കുകയാണ് ചെയ്തത്. അവിടെയും മനുഷ്യരിലൂടെ സാത്താൻ അവരുടെ മിനിസ്ട്രിക്ക് നേരെ നിൽക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളൊരു നല്ല പ്രാർത്ഥനാ പോരാളിയായിരിക്കാം, നല്ലൊരു ബിലീവർ ആയിരിക്കാം, നല്ലൊരു മിനിസ്റ്റർ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യനെ കൊണ്ട് നിർത്തുന്നതും നിങ്ങളെ വിലക്കുന്നതും നിങ്ങളെ വല്ലാത്ത രീതിയിൽ ഒതുക്കുന്നതും എല്ലാം വാക്കുന്ന രൂപത്തിലും പ്രവൃത്തിയുടെ രൂപത്തിലും വ്യക്തികളുടെ രൂപത്തിലും മറ്റു രൂപത്തിലും മായാജാലത്തിലും എല്ലാം നിങ്ങളെ ഒതുക്കുന്നതിന്റെ പിന്നിലെ കാരണക്കാരനുമായിട്ടാണ് നിങ്ങൾക്ക് യുദ്ധമുള്ളത്. അങ്ങനത്തെ യുദ്ധത്തിൽ നിങ്ങൾക്ക് ഏർപ്പെടുന്ന യുദ്ധത്തിൽ നിങ്ങൾ വിജയിക്കണമെങ്കിലും വിശുദ്ധ ബൈബിൾ പറയുന്നു, നിന്റെ കൂട്ടായ്മ ദൈവത്തോടു കൂടെ ആയിരിക്കണം. നിങ്ങളുടെ കൂട്ടായ്മ ദൈവത്തോടു കൂടെ ആയിരിക്കണം. ഇന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടെയാകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ യേശുക്രിസ്തുവിനോട് കൂടെയും പിതാവിനോട് കൂടെയുമാകുന്നു. പിതാവിനോട് കൂടെയും യേശുക്രിസ്തുവിനോട് കൂടെയും കൂട്ടായ്മയുള്ള ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് സകലവിധ ജയത്തിന്റെ അനുഭവത്തിലും നടത്തും. അത് യുദ്ധം ചെയ്തുള്ള ജയത്തെക്കുറിച്ചാണ് ബൈബിൾ പഠിക്കുമ്പോൾ പറയുന്നത്. യുദ്ധം ചെയ്തുള്ള ജയത്തെക്കുറിച്ചാണ് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഫിലിപ്പിയർ 3:10 കൂടെ വായിക്കുന്നു ഞാൻ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്റെ വീട് ശുദ്ധീകരിക്കപ്പെടാൻ എന്റെ യേശുവിന്റെ രക്തം മതി. എന്റെ വീടിനകത്തുള്ള സകല പാപാവസ്ഥയെയും പോക്കി ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തം മതി. എന്നിലെ പാപത്തെ തന്നെ പോക്കി ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തം മതി. ഈ രക്തം വന്നത് എന്തിനാണെന്നറിയാമോ? കൂട്ടായ്മ ഉണ്ടാക്കാനാണ്. ഈ രക്തം ചിന്തിയത് എന്തിനാണെന്നറിയാമോ? കൂട്ടായ്മ ഉണ്ടാക്കാനാണ്. ഈ രക്തം ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണെന്നറിയാമോ? ഒരു കൂട്ടായ്മ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രക്തം ഭൂമിയിൽ വന്നത് എന്തിനാണെന്നറിയാമോ? ഞാൻ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകുവാനാണ്. ഈ രക്തം ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്നറിയാമോ? എനിക്കൊരുവൻ ഉണ്ട് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഈ രക്തം ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണെന്നറിയാമോ? ആരും എനിക്ക് വേണ്ടി സംസാരിക്കാനില്ലെന്നോ പ്രാർത്ഥിക്കാനില്ലെന്നോ അറിയാമെന്നുള്ളത് കൊണ്ട്, ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ രക്തം ഭൂമിയിൽ വന്നത്. എന്തിനാണെന്നറിയാമോ? ഇന്ന് ഈ ദൂത് നിങ്ങളോട് അറിയിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് പറഞ്ഞേ, ആമേൻ കർത്താവേ, ആ കൂട്ടായ്മ എനിക്ക് ആവശ്യമാണ്. 2 കൊരിന്ത്യർ 13:14 പറയുന്നു, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും തിരിച്ചറിയേണ്ടതിന്. അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും തിരിച്ചറിയേണ്ടതിന് കർത്താവ് ഈ രക്തത്തെ
നമ്മുടെ മുമ്പിലേക്ക് അയച്ചു. ഈ രക്തത്തെ നമുക്ക് വേണ്ടി അയച്ചു. ഇന്ന് നമ്മൾ ആ രക്തത്തിലാണ് വിശ്വസിക്കുന്നത്, ആ രക്തത്തിലാണ് ആശ്രയിക്കുന്നത്, ആ രക്തത്തിലാണ് കഴുകപ്പെടുന്നത്. എനിക്കൊരു യുദ്ധമുണ്ട്, ആ യുദ്ധം മനുഷ്യരുമായിട്ടല്ല. ആ യുദ്ധം എന്തിനാന്ന് ചോദിച്ചാൽ അതെനിക്ക് ജയിക്കാനുള്ളൊരു യുദ്ധമാണ്. എന്തിൽ ജയിക്കാനാ? എന്റെ ജീവിതം ഒരു ജയമായി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവ് ഡിസൈപ്പിൾസിനെ അനോയിന്റ് ചെയ്ത് അയച്ചത് ഡീമൻസിനെ എതിർത്ത് തോൽപ്പിക്കാനാണ്. നിങ്ങൾ എവിടെയെങ്കിലും അവർ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന കണ്ടോ? ഇല്ല. അപ്പോസ്തോലിക് മിനിസ്ട്രിയിലേക്ക് നോക്കുമ്പോഴും അവരും ഏറെക്കുറെയൊക്കെ ഇത് തന്നെയാണ് അവരും അനുഭവം. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. നോക്കുമ്പോൾ എല്ലാം പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ. എന്നാൽ അതുപോലെ വിടുതലും ഉണ്ട്. എവിടെ ഒരു വ്യക്തി ഈ വെളിപ്പാടിൽ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്നു, അവരുടെ ജീവിതത്തെ ദൈവം ഇതുപോലെ അത്ഭുതമുള്ളതാക്കി മാറ്റും. ഞാൻ ഇന്ന് ഈ കാണുന്ന ജനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പ ഇവരുടെ ലൈഫ് അതുപോലെ ഒരു അത്ഭുതമുള്ളതായി തീരട്ടെ. ഇവരുടെ ലൈഫ് അതുപോലെ അത്ഭുതമുള്ളതായി തീരട്ടെ. ഒന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളെ, പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുക. അപ്പാ, ജീവന്റെ അനുഭവം ഇന്ന് ഞങ്ങളിൽ വരട്ടെ. ജീവന്റെ അനുഭവം ഇന്ന് വരട്ടെ കർത്താവേ. എബ്രായർ 2:12 ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇരുട്ടിന്റെ എല്ലാ അധികാരങ്ങളും, ഇരുട്ടിന്റെ എല്ലാ അവകാശം ഇപ്പോൾ ഞങ്ങൾ ഈ വചനത്താൽ റദ്ദ് ചെയ്യുകയാണ്. ഈ ഇരുട്ട് ബാധിച്ചിരിക്കുന്ന ഏത് കുടുംബം ഇന്ന് ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തിൽ ഈ എബ്രായർ 2:12 തീ പോലെ വെളിപ്പെട്ട് ഒരു വിടുതൽ അവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ, യേശുവേ, അങ്ങയിൽ ഇരുട്ടൊട്ടുമില്ലാത്തതുപോലെ അങ്ങയോട് കൂടെ ആയിരിക്കുന്ന, ഞങ്ങളിപ്പോ യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ, ആമേൻ, ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളത് പിതാവിനോടും അവന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനോടും കൂടെ ആകുന്നു എന്ന് ഞങ്ങൾ വായിച്ചതുപോലെ, അങ്ങയോടും യേശുക്രിസ്തുവിനോടും കൂടെ കൂട്ടായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലും ഇരുട്ടിന് അവകാശമില്ലല്ലോ. ഞങ്ങൾ ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വിടുതൽ ഓരോ കുടുംബത്തിലും ഇപ്പോൾ വെളിപ്പെട്ടു തുടങ്ങട്ടെ. In the powerful name of Jesus Christ. എന്നോട് കർത്താവ് പറയുന്നു, ഈ ചിന്തിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത്.
ചിന്തിക്കുന്നതല്ല സംസാരിക്കുക, ഉദ്ദേശിക്കുന്നതല്ല സംസാരത്തിൽ വായിൽ വരുന്നത്. അങ്ങനെ ബുദ്ധിയെയും ചിന്തകളെയും നിയന്ത്രിക്കുന്ന ഒരു സാത്താനിക അരൂപി ഈ സമയം ആ വ്യക്തിയെ വിട്ടു മാറുകയാണ്. ഇങ്ങനെ പറയണമെന്ന് ചിന്തിക്കും, പക്ഷെ വായിൽ വരുമ്പോ വേറെയാവും. ഇങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കും, പക്ഷെ വായിൽ വരുമ്പോ വേറെയാകും. ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും, പക്ഷെ പോയി ചെന്ന് നിൽക്കുന്ന സ്ഥലം വേറെയാ. അങ്ങനെ നിങ്ങളെ ആകെ മൊത്തം മിസ്ലീഡ് ചെയ്യുന്ന ഒരു ഡീമൺ സ്പിരിറ്റ്, ഒരു ഇരുട്ടിന്റെ ശക്തി ഇപ്പോൾ ആരുടെയോ വിശ്വസിക്കുന്ന ഏതോ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് കട്ടാകുകയാണ്. ഇരുട്ട് നിന്നെ മൂടിപ്പൊതച്ചു കൊണ്ട് നടക്കുന്ന അവസ്ഥ ഇപ്പൊ ദൈവം ബ്രേക്ക് ചെയ്യുവാണ്. ഹോളി ഗോസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ ഇറങ്ങുമ്പോൾ ഒരു ഇരുട്ട് പുതപ്പ് നിന്റെ മേൽ പുതയ്ക്കുന്നത് പോലെ എന്നെ കർത്താവ് അങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. നിങ്ങൾ ഇറങ്ങുന്ന വഴിക്ക് നിങ്ങളുടെ മേലൊരു ഇരുട്ട് പുതപ്പ് കൊണ്ട് പുതയ്ക്കും. പിന്നെ ആ പുതപ്പിനകത്ത് മറച്ച നിന്നെ എല്ലായിടം കൊണ്ടുപോകുന്നു. നീ ഒരു പരാജയമായി മാറാൻ, ഒരു ഫെയിലിയറായി മാറാൻ സാത്താനിട്ടിരിക്കുന്ന സകല തന്ത്രമറകളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകണം. ഞാൻ ദൈവകരങ്ങളിലേക്ക് പിതാവേ ഓരോ ജനത്തെയും ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ഇന്നത്തെ ദിവസം കർത്താവ് നൽകിയ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഈ ജനത്തെ ഞാൻ മുറ്റുമായി ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് സ്പിരിച്വലി വളരാൻ വളരെ താല്പര്യമുള്ളവരാണെന്നറിയാം. അതിന് സഹായകമായി എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഞങ്ങളുടെ ഈ ചാനലിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങളത് വാച്ച് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ നിങ്ങളത് അയച്ചു കൊടുത്ത് ഈ മിനിസ്ട്രിയെ നിങ്ങൾ കൂടെ ഞാൻ ഒപ്പം നിങ്ങളെല്ലാവരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഈ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ദൈവം വലിയ അത്ഭുതങ്ങൾ അനേകരുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നു. അതിന്റെ അളവിൽ വലിയൊരു വർധനവ് നിശ്ചയമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഉണ്ടാകും. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ കർത്താവ് തന്റെ ചിറകടിയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.